നമ്മൾ www.indiashopee.com എന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനൊരു പേജാണ് നമ്മുടെ മുന്നിലേക്ക് വരിക. അപ്പോൾ ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഇന്ത്യ ഷോപ്പിയുടെ ഹോം പേജിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഏറ്റവും ടോപ്പിലായിട്ട് സൈൻ ഇൻ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ മെനുവിലാണ് നമുക്കുള്ള ട്രാക്ക് ഓർഡർ, നമ്മുടെ വാലറ്റ്, വിഷ് ലിസ്റ്റ്, അതുപോലെ സൈൻ ഇൻ ചെയ്യാൻ, അതുപോലെ നമുക്ക് അക്കൗണ്ട് ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ച് സൈനപ്പ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ നമുക്ക് ഇവിടെയാണ് ഉണ്ടാവുക. അപ്പം നമ്മൾ ഇതിനകത്ത് സൈൻ ഇൻ എന്ന് പറയുന്ന ആ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്ന ആ ബട്ടണിൽ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു പോപ്പപ്പ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ വരുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു പോപ്പപ്പായിട്ട് വന്നിരിക്കുന്ന സ്ക്രീനിൽ നിലവിൽ നമ്മൾ നേരത്തെ ഇന്ത്യ ഷോപ്പിൽ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മെയിൽ ഐ ഡി, ലാസ്റ്റ് ലോഗിൻ ചെയ്തിട്ടുള്ള മെയിൽ ഐ ഡി, അതിൻ്റെ പാസ്വേഡും അവിടെ സേവ് ഓപ്ഷൻ, നമ്മൾ ഗൂഗിളിൻ്റെ സേവിങ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. ഇല്ലെങ്കിൽ നമ്മൾ ഇന്ത്യ ഷോപ്പിക്ക് വേണ്ടി പർച്ചേസ് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്ത മെയിൽ ഐ ഡിയും അതിൻ്റെ പാസ്വേഡും, ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏത് മെയിൽ ഐ ഡി ആണോ കൊടുത്തിരിക്കുന്നത് ആ മെയിൽ ഐ ഡിയും അതിൻ്റെ പാസ്വേഡ് നമ്മൾ അവിടെ കൊടുക്കുക. ആ കൊടുത്തു കഴിയുന്ന സമയത്ത് അതവിടെ എൻ്റർ ആകും. ഇനി ആ സമയത്ത് അക്കൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെ രജിസ്റ്റർ നൗ എന്ന് പറയുന്ന ഓപ്ഷനിൽ കൊടുത്തു കഴിഞ്ഞാലോ അല്ലെങ്കിൽ നമുക്ക് ഗൂഗിളോ ഫേസ്ബുക്കോ വഴി കയറാനുള്ള ആൾട്ടർനേറ്റീവ് ഓപ്ഷൻസും നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. അക്കൗണ്ട് ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ച് ഒരു രജിസ്റ്റർ നൗ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് വേണ്ടി പുതിയൊരു അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു മെനു വരുന്നതായിരിക്കും. ആ മെനുവിലുള്ള ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് റെഡിയാവുന്നതായും. അപ്പോൾ നിങ്ങൾ നൽകിയിട്ടുള്ള മെയിൽ ഐ ഡിയിലേക്ക് അക്കൗണ്ടും അതിൻ്റെ പാസ്വേഡും കൂടെ ആ ഒരു മെയിൽ ഐ ഡിയിൽ വന്നിട്ടുണ്ടാവും. ആ മെയിൽ ഐ ഡിയിൽ നിന്നാണ് നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ടത് ഫസ്റ്റ് ടൈം. അതിനുശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് പാസ്വേഡോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇതിൻ്റെ മെനുവിൽ പോയിട്ട് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമുള്ള പാസ്വേഡ് കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കുക. അപ്പോൾ അതാണ് പിന്നീട് നമ്മൾ എപ്പോൾ ലോഗിൻ ചെയ്യുന്ന സമയത്തും നമ്മുടെ മെയിൽ ഐ ഡിയും നമ്മൾ ആ മെയിലിൽ നിന്ന് നമ്മൾ റീസെറ്റ് ചെയ്ത്, അത് ഇന്ത്യ ഷോപ്പിൽ റീസെറ്റ് ചെയ്തിരിക്കുന്ന ആ പാസ്വേഡുമാണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. എൻ്റർ ആയി കഴിയുന്ന സമയത്ത് പുതിയൊരു പോപ്പപ്പ് സ്ക്രീന് വരും. വളരെ ശ്രദ്ധിക്കുക, ഈ ഒരു സ്ക്രീനിൽ ഡിസ്ട്രിബ്യൂട്ടർ ഐ ഡി എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ലോഗിൻ ചെയ്ത ഡിസ്ട്രിബ്യൂട്ടർ ഐ ഡി ആയിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ തവണ ലോഗിൻ ചെയ്തിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടർ ഐ ഡി ആയിരിക്കും അവിടെ ഉണ്ടാകുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ആ ഐ ഡിയിൽ, അവിടെ കാണിച്ചിരിക്കുന്ന ഐ ഡിയിലാണ് നമുക്ക് ബിസിനസ് വോളിയം ജനറേറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ആ ഐ ഡി നമ്പർ എഡിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ നമുക്ക് ഏത് ഐ ഡി ആണോ വേണ്ടത് ആ ഐ ഡി നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ആ കൊടുത്തതിന് ശേഷം ഒ ടി പി വരാൻ വേണ്ടിയിട്ട് ഫോൺ നമ്പർ കൊടുക്കുക. അത് ഏത് നമ്പർ രജിസ്റ്റർ ചെയ്ത നമ്പർ വേണം എന്നില്ല, നമ്മുടെ കയ്യിൽ, അതായത് നമുക്ക് ആ സമയത്ത് ഇന്ത്യ ഷോപ്പിൽ നമ്മൾ ലൈവാണ് എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഒ ടി പി അയച്ചു തരും. ആ ഒ ടി പി നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു ഫോൺ നമ്പറോടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒ ടി പി ലഭിക്കുന്നതായിരിക്കും. ഒ ടി പി എൻ്റർ ചെയ്ത് കഴിയുന്ന സമയത്ത് നമുക്കൊരു പുതിയ പോപ്പപ്പ് സ്ക്രീൻ ലഭിക്കും. ഇതിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന അഡ്രസ്സുകളും, അതോടൊപ്പം നമുക്ക് പുതിയ അഡ്രസ്സിലേക്കാണ് പ്രൊഡക്റ്റുകൾ അയക്കേണ്ടതെങ്കിൽ പുതിയ അഡ്രസ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ന്യൂ അഡ്രസ്സ് എന്ന് എഴുതിയിരിക്കുന്ന ഒരു നീല കളറിൽ കൊടുത്തിരിക്കുന്ന ഒരു ബട്ടണും കാണാൻ പറ്റും. ആ ബട്ടൺ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് അഡ്രസ്സ് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് കോളം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോക്സ് നമുക്ക് അവിടെ കാണാൻ പറ്റും. ആ ബോക്സിൽ നമ്മൾ അഡ്രസ്സുകൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ചിലപ്പോൾ നമുക്കിതുപോലൊരു പോപ്പപ്പ് മെസ്സേജ് വരും. അങ്ങനെ ആ മെസ്സേജ് വരുവാണെങ്കിൽ അതിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഡെലിവറി എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവിടെ ഇപ്പോൾ നമ്മൾ ആ ഒരു മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഭാഗമുണ്ടല്ലോ, സ്റ്റാൻഡേർഡ് ഡെലിവറി എന്ന് പറയുന്ന, അവിടെ നമുക്ക് ആദ്യം നമ്മൾ ലോഗിൻ ചെയ്യുന്നതിന് മുമ്പുണ്ടായിരുന്നത് ഐ ആം ഹിയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ ലോഗിൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞപ്പം സ്റ്റാൻഡേർഡ് ഡെലിവറി, അതായത് പ്രൊഡക്റ്റ് എങ്ങനെയാണ് നമുക്ക് കൈമാറുന്നത് എന്നുള്ള ആ ഓപ്ഷനാണ് നമുക്കവിടെ. അതോടൊപ്പം തന്നെ നമ്മൾ ലോഗിൻ എന്നുണ്ടായിരുന്ന സ്ഥലത്ത് നമ്മൾ ലോഗിൻ ചെയ്തിരിക്കുന്ന ഐ ഡി ഏതാണോ ആ ഐ ഡി അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ലോഗിൻ പ്രോസസ്സ് നമുക്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോസസ്സാണ്. പക്ഷേ നമുക്കൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് പുതിയൊരാൾക്ക് പോലും
അത് മനസ്സിലാകുന്ന രീതിയിലാകണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് ടെക്നിക്കൽ എക്സ്പേർട്ടായിട്ട് സ്ഥിരമായിട്ട് ഇന്ത്യ ഷോപ്പിൽ മറ്റ് പർച്ചേസൊക്കെ ഓൺലൈനായിട്ട് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടല്ല, പുതിയതായിട്ട് MI ലൈഫ് സ്റ്റൈലിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് അവർക്ക് സ്വന്തം അവരുടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് പർച്ചേസ് ചെയ്യണം ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് MI ലൈഫ് സ്റ്റൈൽ.